കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാൻ കുട്ടിത്തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നതോടെ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം. കർക്കിടകം പിറന്നതോടെ വടക്കൻ കേരളത്തിൽ ആദിവ്യാധികൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. വീടുകളിലേക്ക് തെയ്യങ്ങൾ എത്തുന്നതോടെ പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകന്നു പോകുമെന്നാണ് വിശ്വാസം. ഒറ്റച്ചണ്ടയുടെ താളത്തിൽ ചുവടുവെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന അംഗം ഗുരുസി വെള്ളമുണ്ടാക്കി തിരിയും കത്തിച്ച് വീടിന്റെ മുൻവശത്ത് കൊണ്ടുപോയി ഒഴുക്കുന്നതോടെ വീടും പരിസരവും പരിശുദ്ധമായെന്നാണ് വിശ്വാസം. ആടി, വേടൻ, ഗളിഞ്ചൻ തെയ്യങ്ങളാണ് കർക്കിടകത്തിൽ വീടുകളിലെത്തുന്നത്. ആടിത്തെയ്യം പാർവതിയായും വേടൻ ശിവനായും അർജുൻ ഗളിഞ്ചനായും വീടുകളിലെത്തുന്നു. ആടിത്തെയ്യം വണ്ണാൻ സമുദായവും വേടൻ തെയ്യം മലയ സമുദായവും ഗളിഞ്ചൻ തെയ്യം നെൽക്കത്തായ സമുദായവുമാണ് കെട്ടിയാടുന്നത്. കർക്കിടക മാസം എല്ലാ കൊല്ലം നമ്മൾ ഇങ്ങനെ തെയ്യം കൊണ്ടുവരുന്നത് നമ്മളെ പൂർവ്വന്മാർ ചെയ്ത് കൊണ്ടുവരുന്ന പോലെ നമ്മൾ ഇപ്പോഴും നടത്തിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് എന്നാൽ 15 ദിവസമാണ് ഈ നാട്ടിൽ തെയ്യാടാനുള്ളത്. അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ നമ്മളെ നാട് എല്ലാം തീർക്കണം എന്നാണ് നമ്മളെ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മളെ തെയ്യം പാർവതിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ 1-ാം തീയതി കഴിഞ്ഞു. ഇനി 15 ദിവസത്തിനുള്ളിൽ തീർക്കണം. ഇടവഴികളിലൂടെയും റോഡുകളിലൂടെയും പാടവരമ്പുകളിലൂടെയും തെയ്യങ്ങൾ അങ്ങനെ ഓരോ വീടുകളിലും എത്തി അനുഗ്രഹം ചൊരിഞ്ഞ് മടങ്ങുന്നു. വീട്ടിലെത്തുന്ന തെയ്യങ്ങൾക്ക് പണമോ അരിയോ നൽകുന്നത് ആചാരം. നാടിന്റെ ക്ഷേമത്തിനായി കർക്കിടകം 31 വരെ ഓരോ വീടുകളിലും കൈമണികളും കിലുക്കി കർക്കിടക തെയ്യമെത്തും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.